ഞാൻ 10-12 വർഷം കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ നിലവിൽ മഹിളാ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ഈ വാർഡില് ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. പോസ്റ്റർ ഫ്ലക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്തൂല എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സംഘത്തിന്റെ ചില പ്രാദേശിക നേതാക്കൾ സംഘം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടരുതെന്ന് തന്നെ ഒരു നിർദ്ദേശമുണ്ട്. അത് മറികടന്നിട്ട് ഇവിടുത്തെ രണ്ട് മൂന്ന് പേര് അവരുടെ വ്യക്തിവൈരാഗ്യം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡിനകത്ത് ഒരുപാട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നെ പറ്റി വ്യാജ പ്രചരണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ നിൽക്കുന്നു, സ്ഥാനാർത്ഥിത്വം എന്നതിലുപരി എനിക്ക് നാളെയും വാർഡിലല്ല എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, അവരതിന് നടപടി സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്തോ എനിക്ക് അങ്ങോട്ട് ഒട്ടും പറ്റാത്ത രീതിയിൽ മാനസികമായിട്ട് എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇപ്പോഴും പാർട്ടി നേതൃത്വം പൂർണ്ണമായും എന്നോടൊപ്പമാണ്. സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളും എനിക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ പ്രാദേശികമായിട്ടുള്ള ഒരു 2-3 പേര് അവരുടെ വ്യക്തിവൈരാഗ്യം 10 വർഷം മുന്നേ സ്ഥാനാർത്ഥിത്വം ഈ മുഖൂർ വാർഡിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോഴും അവർ എനിക്ക് എതിരെ പറഞ്ഞു, പകരം വേറൊരു വാർഡിലോട്ട് മത്സരിക്കാൻ പറഞ്ഞു. സംഘടന പറഞ്ഞു, ഞാൻ അനുസരിച്ചു. പക്ഷെ അന്ന് അത് സംഘടനാപരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സംഘടനാ കാര്യമല്ല, എന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ്. എന്നോടും എന്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യമാണ് അവർ തീർക്കുന്നത്. അതിന് സംഘടന വഴങ്ങുന്നില്ല, പാർട്ടി വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ വളരെയധികം പ്രചരണങ്ങൾ നടത്തി.